ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്പാണ്. ഈ ആൻഡ്രോയിഡ് ആപ്പ് നിങ്ങൾക്ക് ആൻറ്റിവൈറസ് ആയിട്ടോ അതുപോലെ ക്ലീൻ മാസ്റ്റർ പോലെയുള്ള നിങ്ങളുടെ ടെമ്പററി മെമ്മറി ക്ലീൻ ചെയ്യാൻ വേണ്ടിയോ അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കരുതും, അപ്പോൾ പിന്നെ എന്തുകൊണ്ട് മറ്റ് ആൻറ്റിവൈറസുകൾ ഉപയോഗിച്ചുകൂടാ, എന്തുകൊണ്ട് മെമ്മറി ക്ലീൻ ചെയ്യാൻ വേണ്ടി ക്ലീൻ മാസ്റ്റർ ഉപയോഗിച്ചുകൂടാന്ന്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു പ്രത്യേക ടൈം ഡ്യൂറേഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ആ ഡ്യൂറേഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ മാസ്റ്റർ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ടെമ്പററി മെമ്മറി ഈ ആപ്ലിക്കേഷൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്കാവുന്നതാണ്. അതിനാദ്യമായിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ മൊബൈൽ കെയർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ AMC സെക്യൂരിറ്റി എന്ന് വരുന്നുണ്ട്. ആ AMC സെക്യൂരിറ്റി നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ. ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ്റെ എംബ്ലം സിമ്പിൾ. ഓക്കെ, ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഞാനിത് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇത് ഞാൻ ഓപ്പൺ ചെയ്തു. ഇത് നോക്കാം ഇവിടെ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന്. സ്കാൻ എന്ന ഓപ്ഷൻ ഉണ്ട്, ആൻറ്റിവൈറസ്, അതുപോലെ പേയ്മെൻറ്റ് കാർഡ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, കാരണം അത് പൈസ കൊടുത്ത് പ്രോ വെർഷനുള്ളതാണ്. സെക്യൂരിറ്റി സോൺ, ആപ്പ് മാനേജർ, ഫോൺ ബൂസ്റ്റർ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. ആദ്യം സ്കാൻ കൊടുക്കാം. നോക്കാം, ടോട്ടൽ 319 MB സെലക്റ്റഡ്, 320 MB സെലക്ട് 137 MB. ഈ 137 MBയിൽ വരുന്നതാണ് എന്താ പറയുക, ഇതിൻ്റെ റെസിഡൽ ഫയൽസ്, അതുപോലുള്ള ടെമ്പററി ഫയൽസ് എല്ലാം. ഇനി നമുക്ക് ക്ലീൻ കൊടുക്കാം. നോക്കാം, 137 MB ഫ്രീ ആയി. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. പിൻ പേജിലേക്ക് വരാം. ഇവിടെ ആൻറ്റിവൈറസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ആൻറ്റിവൈറസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻറ്റിവൈറസ് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ മുമ്പ് ചെയ്തപ്പോൾ ഫയൽ സ്കാനിൽ 149 കാണുന്നുണ്ട്. ഇപ്പം സ്കാൻ നൗ കൊടുത്ത് നോക്കാം. അതിന് സമീപത്തായിട്ട് വേറെ ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫാസ്റ്റ് സ്കാൻ വേണോ ഡീപ്പ് സ്കാൻ ആണോ നോക്കുക. ഡീപ്പ് സ്കാൻ തന്നെ കൊടുക്കാം. ഫസ്റ്റ് സ്കാൻ ആണെങ്കിൽ പെട്ടെന്നാവും. ഡീപ്പ് സ്കാൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഫയൽസും സെർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ കാണിക്കുള്ളൂ. ഡീപ്പ് സ്കാൻ കൊടുക്കുക, എന്നിട്ട് സ്കാൻ നൗ കൊടുക്കുക. ഇത് സ്കാൻ ആവുന്നുണ്ട്. എല്ലാ ആപ്ലിക്കേഷൻസും ഇത് സ്കാൻ ചെയ്യും. നമുക്ക് കുറച്ച് സമയം കാത്തിരിക്കാം. നോക്കാം, ഇതിൽ റിസ്കി ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് കാണിക്കുന്നത് നോക്കാം. കിങ് റൂട്ട് എന്നൊരു ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് റിസ്ക് ആണെന്നാണ് കാണിക്കുന്നത്. നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഡു യു വാണ്ട് ടു അൺഇൻസ്റ്റാൾ ദിസ് ആപ്പ്? ഓക്കെ കൊടുക്കാം. അപ്പോൾ അത് ക്ലീനായി. ഇപ്പം നോ ത്രെഡ്സ്, യാതൊരു ത്രെഡും ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഇനി പിന്നെ വെയിലേക്ക് പോവാം. ഇതിൽ റിയൽ ടൈം സ്കാൻ നൗ നമ്മൾ ചെക്ക് ചെയ്ത് എന്താണെന്നുള്ളത്. റിയൽ ടൈം പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഈ റിയൽ ടൈം പ്രൊട്ടക്ഷൻ ശരിയായ സമയത്ത് പ്രൊട്ടക്ഷൻ വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ഡാറ്റാബേസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അത് ഡെയിലി ഒരു പ്രാവശ്യവും അങ്ങനെ മറ്റും അത്
അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇത് കാണിക്കുന്നത് വൈറസ് ഡാറ്റാബേസ് ഈസ് ഔട്ട് ഓഫ് ഡേറ്റ്, പ്ലീസ് അപ്ഡേറ്റ്. അപ്ഡേറ്റ് ലേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അപ്ഡേറ്റ് നൗ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്ഡേറ്റ് നൗ കൊടുത്തു ഞാൻ ചില്ലറ MB ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ആവുന്നുണ്ട്. ഏത് ആൻറ്റിവൈറസ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഈ ഡാറ്റാബേസിലാണ് അവർ പുതിയ വൈറസിൻ്റെ ഡീറ്റെയിൽസ് അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഓരോ ദിവസവും നമുക്കറിയാം ഒരുപാട് ആൻറ്റിവൈറസ് ഇറങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ 10 ഇരട്ടി വൈറസുകളും നമ്മളുടെ നെറ്റ്വർക്കിൽ ഉണ്ട്. അപ്പം അതിനെ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ ആൻറ്റിവൈറസിൻ്റെ ഇതിലുള്ള. ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഈ മുകളിലെ സിമ്പിൾ, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പം അത് തന്നെയാണ് ഇൻസ്റ്റാൾ പ്രൊട്ടക്ഷൻ. റിയൽ ടൈം അപ്ഡേറ്റ് വേണമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ പ്രോ വെർഷൻ ഉള്ളവർ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ഈ ട്രയൽ വെർഷൻ തന്നെ മതി. ഇനി പിന്നിലെ പേജിലേക്ക് പോവാം. ഇവിടെ സെക്യൂരിറ്റീസ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ഫോണ് ഏത് എന്താ പറയുക അതിൻ്റെ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫെയർ റേഞ്ചിലാണ്, വലിയ കുഴപ്പമില്ല എന്നുള്ള സ്റ്റേജിലാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന സർഫിംഗ് പ്രൊട്ടക്ഷൻ എടുത്ത് നോക്കാം. ഇത് നിങ്ങളുടെ ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ നെറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ വേണമെന്നാണ് ചോദിക്കുന്നത്. അത് ഓക്കെ കൊടുക്കുക. പിന്നെ ആൻറ്റി ഫിഷിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് പ്രോ വെർഷനാണ്. അപ്പോൾ അത് ഗെറ്റ് ട്രയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ ചെയ്തിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ട്രാക്ക് ചെയ്ത ആപ്ലിക്കേഷൻ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം, അതിലൊന്നും കുഴപ്പമില്ല. ദെൻ നിങ്ങൾ സെക്യൂരിറ്റി ഓഡിറ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം സ്ക്രീൻ ലോക്ക് ഉണ്ടോ, അതായത് ഫോൺ ഏതൊക്കെ സെക്യൂരിറ്റി സർവീസുകൾ ആക്ടിവേറ്റ് ചെയ്താലാണ് ഫോൺ സെക്യൂർ ആയി നിൽക്കുക. അപ്പം നമുക്കറിയാം ഫോണിൽ ഒരു സ്ക്രീൻ ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും വന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം സ്ക്രീൻ ലോക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ഓക്കെയാണ്. ഒരു പച്ച ടിക്ക് മാർക്ക് കാണുന്നുണ്ട്, സെക്യൂർ എന്നിവിടെ കാണുന്നുണ്ട്. GPS-ഉം ഓക്കെയാണ്. ഇവിടെ താഴെ കാണാൻ ഡീബഗ് മോഡ്. ഈ ഡീബഗ് മോഡ് ഇപ്പോൾ ഇൻസെക്യൂർ എന്ന് കാണിക്കും. കാരണം ഞാൻ ഇത് എൻ്റെ ഫോൺ ലാപ്ടോപ്പുമായിട്ട് കണക്റ്റാണ്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഞാനിത് അഴിച്ച് ലാപ്ടോപ്പിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്യൂർ ആവും. ഇനി പിന്നിലെ പേജിലേക്ക് പോവാം. ഒന്നുകൂടി പിന്നിലെ പേജിലേക്ക്. ഇവിടെ ഫോൺ ബൂസ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ നോക്കാം. ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ്, നിങ്ങളുടെ ഫോണിൽ കാണുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ കാണിക്കും. അപ്പം നമുക്ക് ES ഫയൽ എക്സ്പ്ലോറർ, മോസിപ്പ്, ഫേസ്ബുക്ക്, സ്വിഫ്റ്റ് കീബോർഡ്, റൗണ്ട്സ്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ES ഫയൽ എക്സ്പ്ലോററും മോസിപ്പും ടെമ്പററി മെമ്മറി മറ്റ് ആപ്ലിക്കേഷൻ പോലെ തന്നെ ടെമ്പററി മെമ്മറി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഫേസ്ബുക്കിൻ്റെ ടെമ്പററി മെമ്മറി നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലോഗിൻ ചെയ്യേണ്ടി വരും. സ്വിഫ്റ്റ് കീബോർഡ് അതുപോലെ തന്നെ നമ്മളുടെ മംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്ത വേർഡുകൾ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. റൗണ്ട്സും അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഈ 2 എണ്ണം മാത്രം നിങ്ങൾ ഇതുപോലെ എന്താ പറയുക, നിങ്ങൾക്ക് ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ബൂസ്റ്റ് കൊടുക്കുക. അപ്പം അതിലുള്ള 3.16 മെമ്മറി റിലീസ് ചെയ്യുന്നു. ഇനി എല്ലാം വേണമെങ്കിൽ എല്ലാം കൊടുക്കാം. ഇവിടെ സെറ്റിങ്സിന് ഓപ്ഷൻ സിമ്പിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓട്ടോ ബൂസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബൂസ്റ്റ് ഇത് നിങ്ങൾ എപ്പോഴും സ്ക്രീൻ ഓഫ് ആവുന്ന സമയത്ത് ബൂസ്റ്റ് ചെയ്യണം. എവരി 10 minutes, എവരി ഹാഫ് ആൻ അവർ, എവരി 1 hour, എവരി 4 hour, നെവർ. ഇതാണ് ഞാൻ പറഞ്ഞ ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ നിങ്ങൾ എവരി 10 minutes എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ ഓരോ 10 minute ഡ്യൂറേഷനിലും നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം എപ്പോഴും ഹാങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ഫോണാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ മാസ്റ്റർ പോലെയുള്ള ആപ്ലിക്കേഷൻസ് പോയി ആക്സസ് ചെയ്ത് മെമ്മറി ക്ലിയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഇത് എല്ലാ 10 minutesലും മെമ്മറി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ
നമുക്ക് ഫോണിൻ്റെ വേഗതയെക്കുറിച്ച് ഒരു പരിധിവരെ നമുക്ക് അധികം ആശങ്ക വേണ്ട ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ. അതിനുശേഷം നിങ്ങൾ മോർ ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൈവസി അഡ്വൈസ്, കോളർ എസ്എംഎസ് ബ്ലോക്കർ, കോളർ എസ്എംഎസ് ബ്ലോക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ബാറ്ററി സേവർ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടും. അപ്പോൾ അത് ഇത്രയും വിവരങ്ങൾ ആവശ്യമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. അഥവാ കൂടുതൽ ഡീറ്റെയിൽസ് വേണം ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് എഴുതുക. ഞാൻ അവിടെ സഹായിക്കാൻ വേണ്ടി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. നമസ്കാരം.